അതേ പാർവണ. അത് അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു കെണിയായിരുന്നു. പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് പൊന്നുവിന് 18 വയസ്സായപ്പോഴാണ്. അതുവരെയുള്ള ശത്രുത മറന്ന അമ്മനും അമ്മയും ഇടനിലക്കാരെ വിട്ട് ഒരു കോംപ്രമൈസിന് ശ്രമിച്ചു. പൊന്നുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കതിന് സമ്മതമല്ലായിരുന്നു. ഒന്നാമത്, ഇത്രയും കുഞ്ഞിലെ അവളുടെ വിവാഹം നടത്താൻ എനിക്ക് പ്ലാനൊന്നുമില്ല. രണ്ടാമത്, സ്വത്തും മുതലും ആഗ്രഹിച്ച് മാത്രം നടക്കുന്ന ദുഷ്ടനായ ഒരുവന് എൻ്റെ അനിയത്തിയെ ഞാൻ കൊടുക്കില്ല. അവളെന്റെ ജീവനാണ്. എന്നോടുള്ള പക തീർക്കാൻ അവൻ അവളെ കരുവാക്കില്ലെന്ന് ആരു കണ്ടു? അതിനവൻ പകരം വീട്ടത് പല വിധത്തിലാണ്. ബിസിനസ്സിൽ പലതരത്തിൽ അവൻ ചതി പ്രയോഗിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു. അതൊന്നും ഞാൻ കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ ഒരു ദിവസം പൊന്നുവും മംഗളും കൂടി സഞ്ചരിച്ച ഒരു കാർ അവൻ ആക്സിഡന്റിൽ പെടുത്താൻ ശ്രമിച്ചു. അവന്റെ ആളുകളാണ് അതെന്ന് തെളിവുകളിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. അവളെ ഇല്ലാതാക്കിയാൽ അത്രയും സ്വത്തിന് അവകാശി നഷ്ടപ്പെടുമല്ലോ. അതോടെ എന്റെ സമനില തെറ്റി. വീട്ടിൽ കയറി ഞാൻ അവനെ വളഞ്ഞിട്ട് തല്ലി. അന്ന് കൊല്ലേണ്ടതായിരുന്നു അവനെ. പക്ഷേ എന്റെ ആന്റി, അവന്റെ അമ്മ എന്റെ കാല് പിടിച്ചു കരഞ്ഞു. അവന്റെ ജീവന് വേണ്ടി അപേക്ഷിച്ചു. അതുകൊണ്ട് മാത്രം ഞാൻ അവനെ വെറുതെ വിട്ടു. പക്ഷെ ഏത് നിമിഷവും അവന്റെ കഴുകൻ ബുദ്ധി ഏത് വഴിക്കും തിരിയാം. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഇങ്ങനെയുള്ള ഒരുത്തിന് എന്റെ അച്ഛന്റെ വക ഒരു ചില്ലി കാശ് പോലും കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. തന്നെ അന്തം വിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പാർവണയെ ആദരമായി നോക്കി. അതുകൊണ്ട് എന്റെ വിവാഹം പെട്ടെന്ന് തന്നെ ഉണ്ടാകും പാർവണ. കാരണം അത് 28 വയസ്സിനുള്ളിൽ നടന്നേ തീരൂ. 28 വയസ്സിനുള്ളിൽ എനിക്കൊരു ഭാര്യ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ പകുതി സ്വത്ത് അമൻ യാദവ് വർമ്മ എന്ന എൻ്റെ കസിനെ ഞാൻ അടിയറ വെക്കേണ്ടി വരും. ഞാൻ ആ ഏഞ്ചിലെത്താൻ ഇനി വെറും 6 മാസങ്ങളേ ഉള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ അതൊരു വാശിയാണ്. എൻ്റെ പെങ്ങളെയും അങ്കിളിനെയും ഉപദ്രവിക്കാൻ ശ്രമിച്ച അവനൊരു നെയ്യാ പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ അതിനു വേണ്ടി ഒരു വിവാഹം കഴിക്കാനും ഞാൻ തയ്യാറല്ല. എനിക്കതിന് എൻ്റെതായ കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ വഴിയാണ് കുറച്ചു കാലത്തേക്ക് മാത്രം ഒരു ഭാര്യ ഉണ്ടാവുക എന്നത്. അതായത് ഒരു കോൺട്രാക്ട് മാരേജ്. 2-3 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ വിവാഹം കഴിച്ചിരിക്കും. ആ ബന്ധം ഒരു വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും. തെളിയിച്ചു പറഞ്ഞാൽ 1 വർഷത്തേക്ക് മാത്രമായിരിക്കും ആ പെൺകുട്ടി എൻ്റെ ഭാര്യയായിരിക്കുക. ഞങ്ങൾ തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. കാരണം വിവാഹം കഴിച്ച ഒരു ഭാര്യ ഉണ്ടായിരിക്കെ മറ്റ് സ്ത്രീകളുടെ അടുത്ത് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവളുടെ സമ്മതമില്ലെങ്കിൽ ഞാൻ അവളെ തൊടില്ലെന്ന് മാത്രം. ആദ്യ പറഞ്ഞത് കേട്ട് പാർവണയുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു. അത് ശ്രദ്ധിച്ചതും അവന് വല്ലായ്മ തോന്നി. സോ ഇതാണ് എൻ്റെ അവസ്ഥ. എന്നിരിക്കെ ഞാൻ എങ്ങനെയാണ് പാർവണ നിന്റെ പ്രണയം ആക്സെപ്റ്റ് ചെയ്യുക? ആദ്യ ചോദിച്ചത് കേട്ട് അവൾ കണ്ണുകൾ താഴ്ത്തി. കുറച്ചൊക്കെ അവൾക്ക് അവനെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ നിന്നെ ആദ്യം കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചത് നിന്നെ എൻ്റെ കോൺട്രാക്ട് വൈഫ് ആക്കിയാലോ എന്നായിരുന്നു. കാരണം എനിക്ക് നിന്നോട് വല്ലാത്ത ആഗ്രഹം തോന്നിയിരുന്നല്ലോ. അവൻ പറഞ്ഞത് കേട്ട് അവളൊരു പിടപ്പോടെ കണ്ണുകൾ ഉയർത്തി. ആ മഴികളിലെ ചകിതഭാവം കണ്ട് ആദ്യമൊന്ന് ചിരിച്ചു. പക്ഷേ പിന്നെ ഞാൻ തീരുമാനിച്ചു, നിന്റെ ഭാവി ഞാനായിട്ട് നശിപ്പിക്കരുതെന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്തത് പാർവണ? നിനക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? അവൾ വെറുതെ തലകുലുക്കി. ഇനി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എൻ്റെ കോൺട്രാക്ട് വൈഫ് ആകാൻ തയ്യാറുള്ള പെൺകുട്ടിക്ക് 15 കോടിയാണ് ഞാൻ പ്രതിഫലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉപേക്ഷിച്ചാലും അവൾക്ക് ജീവിക്കണമല്ലോ. നിനക്കെന്നോട് പ്രണയമാണല്ലോ. ഈ 15 കോടി വാങ്ങിച്ചിട്ട് നീ എൻ്റെ കോൺട്രാക്ട് വൈഫ് ആകാൻ സമ്മതിക്കുമോ? അതുവരെ സങ്കടപ്പെട്ടിരുന്ന പാർവണയുടെ മുഖം പെട്ടെന്ന് മാറിയത് ആദി കൗതുകത്തോടെ നോക്കി കണ്ടു. അവളുടെ മുഖം വല്ലാതെ ചുവന്നു. കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. ഇല്ല, ഒരിക്കലുമില്ല. ആസ്വരം ഉറച്ചതായിരുന്നു. 15 കോടി എന്നല്ല, നിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കൾ തരാമെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊരു ഡീലിന് മുന്നിൽ ഞാൻ എൻ്റെ അഭിമാനം അടിയറ വെക്കില്ല. ആദി വീണ്ടും ചിരിച്ചു. ദാറ്റ്സ് പാർവണ. ഇതായിരിക്കും നിന്റെ മറുപടി എന്ന് എനിക്കറിയാമായിരുന്നു. പിഷാരുടെ അമ്മാവൻ വഴി ആ 50 ലക്ഷം നീ തിരിച്ചു തന്നപ്പോഴേ നിന്റെ സ്വഭാവം എനിക്ക് ഏകദേശം വ്യക്തമായതാണ്. പക്ഷെ പാർവണ, ഞാൻ ഒരിക്കലും നിന്നോട് ഇത് ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചതല്ല. ഒരിക്കൽ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് എപ്പോഴോ വേണ്ടത് വെച്ചതാണ്. പിന്നെ എൻ്റെ അവസ്ഥ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഇവിടെ ഞാനും നീ നിസ്സഹായരാണ്. അത് നീ മനസ്സിലാക്കണം. നിനക്കോ എനിക്കോ ഒന്നിച്ചുണ്ടാവാൻ സാധിക്കില്ല, ഒരിക്കലും. ഞാൻ എന്നല്ല സാർ, ഒരു പെണ്ണും ഈ ഒരു ഡീലിന് സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടക്കാൻ സാധ്യതയില്ല. അവൾ പറഞ്ഞത് കേട്ട് ആദി പെട്ടെന്ന് മനോഹരമായി പൊട്ടിച്ചിരിച്ചു. നീ ഒരു പാവമാണ് പാർവണ. നിന്നെ പോലെയാണ് എല്ലാ പെൺകുട്ടികളും എന്ന് നീ കരുതുന്നു. എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയ പല പെൺകുട്ടികളോടും ഞാൻ ഈ ഡീൽ സംസാരിച്ചു. ഒരാൾ പോലും അതിനെ എതിർത്ത് പറഞ്ഞില്ല. അവർക്ക് അതുവഴി കിട്ടുന്ന തുക എത്രയെന്നറിയാൻ മാത്രമായിരുന്നു ഉത്സാഹം. എന്തിനാണ് ഇങ്ങനെ ഒരു മാരേജ് ചെയ്തതെന്ന് പോലും അതിലൊരാളും ചോദിച്ചില്ല. ഞാനിപ്പോൾ ഒരു വേള നറുക്കിട്ടെടുക്കേണ്ട അവസ്ഥയാണ്. അതിൽ സമ്പന്നരും അത്യാവശ്യം ജീവിക്കാൻ വകയുള്ളവരുമുണ്ട് എന്നുള്ളതാണ് തമാശ. പണത്തിൻ്റെ മേൽ പരുന്നു പറക്കില്ല കുട്ടി. അതുകൊണ്ട് എൻ്റെ വിവാഹം നടക്കുക തന്നെ ചെയ്യും. പാർവണയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ ഹൃദയം തകർന്നു പോയി. ആദ്യ പെട്ടെന്ന് കുളപ്പടവിൽ നിന്ന് എഴുന്നേറ്റു. അത് കണ്ട് അവളും ചാടി എഴുന്നേറ്റു.
അവൻ ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കി. സമയം ഒരുപാടായി പാർവണ, ഞാൻ പോവുകയാണ്. ഇനി നമ്മൾ കാണാതിരിക്കട്ടെ. അഥവാ കാണുകയാണെങ്കിൽ തന്നെ എൻ്റെ കൂടെ ചിലപ്പോൾ എൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയും ഉണ്ടാകും. പാർവണയ്ക്ക് ഹൃദയം നിലച്ചതുപോലെ തോന്നി ആ വാക്കുകൾ കേട്ടപ്പോൾ. ഞാനായിട്ട് നിന്നെ കാണാൻ ശ്രമിക്കില്ല. നിന്റെ ജീവിതം തകർക്കണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല പാർവണ. അതെനിക്ക് നിന്നോട് എപ്പോഴും തോന്നിയ സ്നേഹം കൊണ്ട് തന്നെയാണ്. പക്ഷേ നിനക്ക് എന്താ ആവശ്യം വന്നാലും നീ പിഷാരടി അമ്മാവനോട് പറഞ്ഞോളൂ. അമ്മാവൻ എന്നെ അറിയിച്ചുകൊള്ളും. ജീവിതകാലം മുഴുവൻ നിനക്കെൻ്റെ സഹായം പ്രതീക്ഷിക്കാം. പക്ഷേ എൻ്റെ സാമീപ്യം ഉണ്ടാകില്ല എന്നേയുള്ളൂ. നവനീത് അല്ലെങ്കിൽ മറ്റൊരു നല്ല ചെറുപ്പക്കാരൻ നിന്റെ ജീവിതത്തിലേക്ക് വരും. നിനക്ക് എന്നെപ്പോലെ ഒരുവനല്ല തീർച്ചയായും വേണ്ടത്. ആദ്യമൊക്കെ കുറച്ച് സങ്കടമുണ്ടാവും എന്നെനിക്കറിയാം. പക്ഷെ സാരമില്ല. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നിന്റെ മനസ്സിന് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. പതിയെ പതിയെ നീ എന്നെ മറക്കുകയോ വെറുക്കുകയോ ചെയ്യും. ചിലപ്പോൾ ഇപ്പോൾ തന്നെ നിനക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടാവും. അവൻ അവളുടെ അരികിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്നു. അത്രയും അടുത്തവൻ വന്നപ്പോൾ അവളുടെ ശരീരം പഴയതുപോലെ വിറച്ചു. പക്ഷേ അവൾ മുഖമുയർത്തിയില്ല. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലേക്കും വിതുമ്പുന്ന ചുണ്ടുകളിലേക്കും നോക്കിയപ്പോൾ അവന് സ്നേഹവും വാത്സല്യവും തോന്നി. പതിയെ അവളുടെ കവളിൽ ഇരു കൈകളും വെച്ച് അവൻ ആ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവൻ ആദ്യമായി നൽകിയ ചുംബനത്തിൽ അവൾ ആലില പോലെ വിറച്ചു. അവളുടെ ഹൃദയം തരളമായി. അവൻ പറന്ന് വെച്ച് നോക്കുമ്പോൾ ഇനി ഒരിക്കലും തമ്മിൽ കാണാൻ സാധ്യതയില്ല എന്ന ചിന്തയിൽ അവളാകെ തകർന്നുപോയി. ആദിപതിയെ കൈപിടിച്ചുകൊണ്ട് കുളപ്പുര കടന്ന് ഇല്ലത്തിന്റെ മുൻഭാഗത്തെത്തി. അവരുടെ വിടച്ചൊല്ലിന് എങ്ങും നിറഞ്ഞുന്ന പൂനിലാവ് സാക്ഷിയായി. അകത്ത് കയറി വാതിലടച്ചോളൂ, അവൻ സൗമ്യമായി പറഞ്ഞു. അവൾ നിശ്ചലയായി നിന്നു. ചെല്ല് പാർവണ, സമയം ഒരുപാടായി. ആരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കും. നിറകണ്ണുകളോടെ പാർവണ അവനെ നോക്കി. പിന്നെ മനസ്സില്ല മനസ്സോടെ മുൻവാതിലിനടുത്തേക്ക് ചെന്നു. അടക്കാനാവാത്ത ആഗ്രഹത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ വാതിലിനപ്പുറം എത്തിയതും ആദ്യം അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് മുന്നോട്ട് നടന്നു. പടിപ്പുര കടക്കുവോളം അവൻ തിരിഞ്ഞു നോക്കിയതേയില്ല. അവളത് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവൻ പോയെന്ന് മനസ്സിലായതും വീണ്ടും അവൾ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. സർവ്വവും തകർന്നവളെ പോലെ അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുനീരിൻ നിലാവിന് സാക്ഷിയായിരുന്നു. കുട്ടിക്കാലത്ത് അടുത്ത വീട്ടിലെ നങ്ങേലി മുത്തശ്ശി പറഞ്ഞ ഗന്ധർവന്റെ കഥ അവൾ ഓർത്തെടുത്തു. കന്യകയുടെ ശരീരവും മനസ്സും സർവ്വതും കൈയടക്കി ഒടുവിൽ അവളെ ഉപേക്ഷിച്ചു പോകുന്ന ഗന്ധർവൻ അവളുടേതായി എല്ലാം തൻ്റെതാക്കി അവൻ വിട പറയുമ്പോൾ അവൾ ആശ്രയമറ്റ് പോകുന്നു. ജീവിക്കാനുള്ള ആശയറ്റവളാകുന്നു. താനും അങ്ങനെയൊരു കന്യകയാണെന്ന് അവൾക്ക് തോന്നി. ഗന്ധർവനാൽ ബാധിക്കപ്പെട്ട അവനെ പ്രണയിച്ച കന്യക. ഇവിടെ അവൻ ആഗ്രഹമുണ്ടായിട്ട് പോലും തൻ്റെ ശരീരം കവർന്നെടുത്തില്ല. പക്ഷേ മനസ്സ് അതവൻ്റെ കയ്യിലായിപ്പോയി. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധം അതവൻ്റെ കയ്യിലായിപ്പോയി. അതവൻ ഒരിക്കലും അറിയുകയില്ല. തന്നിലേക്ക് അടുക്കുന്ന ഓരോ കന്യകയും പിന്നീട് ഗന്ധർവൻ മറന്നു കളയും. അതുപോലെ താനും മറക്കപ്പെടും. തന്നെ മറക്കുക അവന് എളുപ്പമായിരിക്കും. പക്ഷേ തനിക്കോ? താനിനി ഒരിക്കലും അവനെ കാണുകയില്ല എന്നോർത്തപ്പോൾ അവൾക്ക് താനാകാനാവാത്ത വേദന അനുഭവപ്പെട്ടു. ആ രാത്രിയുടെ ഇരുളിൽ അവളുടെ മിഴികൾ പെയ്തുകൊണ്ടിരുന്നു. അന്ന് രാത്രി പാർവണ ഉറങ്ങിയതേയില്ല. ആദിയുടെ വാക്കുകൾ അവളെ ചുട്ടുപൊളിച്ചുകൊണ്ടിരുന്നു. സ്വയം നിയന്ത്രിക്കാനാവാതെ പലപ്പോഴും അവൾ പൊട്ടിക്കരഞ്ഞു. ഇനി താനൊരിക്കലും അദ്ദേഹത്തെ കാണില്ലേ? അഥവാ കണ്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടെ ഉണ്ടാവും അത്രേ. മാത്രമല്ല തന്നെ കാണാൻ അദ്ദേഹം മനഃപൂർവ്വം വരില്ലെന്നും പറഞ്ഞു. അദ്ദേഹത്തിന് അതിൽ വേദനയില്ല. ഇതുവരെ കണ്ട പല പെണ്ണുകളിൽ ഒരുവൾ മാത്രമാണ് അദ്ദേഹത്തിന് താൻ. ഇടയ്ക്ക് തന്നോടൊരു പരിഗണന തോന്നിപ്പോയതൊഴിച്ചാൽ അവൾ പൂർണ്ണമായും തകരുകയായിരുന്നു. ആദ്യമാകട്ടെ പാർവണയെക്കുറിച്ചുള്ള ചിന്തകൾ അകറ്റാൻ മദ്യത്തിൽ അഭയം തേടി. എപ്പോഴും എന്നതുപോലെ തിരക്കുകളിൽ അകപ്പെട്ടപ്പോൾ അവൻ്റെ ദിവസങ്ങൾ പഴയതുപോലെ കടന്നുപോയി. പക്ഷേ തന്നോടുള്ള പ്രണയത്താൽ ഒരു പെണ്ണ് മരണവേദന അനുഭവിക്കുന്നത് അവനറിയാൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾ എങ്ങനെയൊക്കെയോ കടന്നുപോയി. ഒരു തിങ്കളാഴ്ച പാർവണ ജോലിക്ക് പോയ നേരം നോക്കി സാവിത്രി ചെട്ടിയാരുടെ ബംഗ്ലാവിലെത്തി. ഞാൻ പെണ്ണിനെ കാണിച്ച് തന്നില്ലേ ചെട്ടിയാരെ, എന്നിട്ടും നിങ്ങളെന്താ എനിക്ക് പണം തരാത്തത്? 50 ലക്ഷത്തിന് ഒരു 10 ലക്ഷം അഡ്വാൻസ് എങ്കിലും തരരുതോ? அந்த பூனை நான் பார்த்தது கூட கிடையாது சாவித்ரி. அவளை கிட்னாப் பண்றதுக்கு நான் ஆளை அனுப்பினேன். ஆனால் யாரோ ஒருத்தன் வந்து அவரை அடித்து அவளை காப்பாத்தினான். யாரெന്ന് தெரியாது. நல்ல வேலை நான் இதுக்கு പിന്നിൽ ഇരിക്കുന്ന വിഷയത്തെ அந்த ആൾക്ക് தெரியலே. സാവിത്രിക്ക് വല്ലാത്തൊരു ഭീതി തോന്നി. പാർവണയുടെ നൃത്തത്തെക്കുറിച്ചും അതിന്റെ സമയത്തെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ ചെട്ടിയാരെ വിവരം അറിയിച്ചതാണ്. ചെട്ടിയാരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അവളെ പുറം ലോകം കാണിക്കാതെ മുംബൈയിൽ വിൽക്കാമെന്ന് ഉറപ്പ് തന്നതാണ്. ആദിശേഷ് എത്ര അന്വേഷിച്ചാലും അവൾക്ക് എന്തു പറ്റിയെന്ന് മനസ്സിലാവരുത്. താനാണ് ഇതിന് പിന്നിലെന്നും. പക്ഷേ ഇപ്പോൾ ഈ പന്ന ചെട്ടിയാർ എല്ലാം കളഞ്ഞു കുളിച്ചു. അവന് വല്ല സംശയം തോന്നിയോ ആവോ? എത്ര കെഞ്ചി ചോദിച്ചിട്ടും ചെട്ടിയാർ സാവിത്രിക്ക് പണം കൊടുക്കാൻ തയ്യാറായില്ല. പാർവണയെ തന്റെ കയ്യിലെത്തിച്ചാൽ 50 ലക്ഷം ഒരുമിച്ച് തരാമെന്ന് പറഞ്ഞ് അയാൾ അവരെ മടക്കി. എങ്ങനെയും അവളെ ചെട്ടിയാരുടെ കയ്യിലെത്തിച്ചാൽ മതിയെന്ന് തോന്നി സാവിത്രിക്ക്. എന്ത് ചെയ്യണമെന്ന് അവർ തലപുകഞ്ഞ് ആലോചിച്ചു. അന്ന് വൈകുന്നേരം പാർവണ സ്ഥിരം ബസ് സ്റ്റോപ്പിൽ ഗ്രാമത്തിലേക്കുള്ള ബസ് കാക്കുകയായിരുന്നു.
ബസ് സ്റ്റോപ്പിന് എതിർവശത്ത് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ മാൾക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. 6 നിലകളിൽ വളരെ വിശാലമായ കെട്ടിടം. അവിടെ കിട്ടാത്തതൊന്നുമില്ലെന്നാണ് കേട്ടുകേൾവി. അതിന്റെ ഫ്രണ്ടിൽ ഒരു റോയൽ ബ്ലൂ കളറുള്ള കാർ കിടന്നിരുന്നു. അന്ന് അവസാനമായി ആദ്യം കണ്ടത് ഇത്തരമൊരു കാറിലായിരുന്നു എന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊന്നും അവളെ ബാധിച്ചില്ല. അവൾ വേറെ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കവേ അവളുടെ ഹൃദയമിടിപ്പുകൾ ഉച്ചത്തിലായി. കാരണം ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻവാതിൽ കടന്ന് ഇറങ്ങി വന്ന 3 പേർ അവൾക്ക് അത്രയും പരിചിതരായിരുന്നു. അലൻ, അനാമിക, മൂന്നാമത് ആദിശേഷ്. അവർ പാർവണയും കണ്ടു. അപ്രതീക്ഷിതമായി ആദ്യയെ കണ്ടപ്പോൾ അവളുടെ ശരീരത്തിൽ കുളിരും ചൂടും ഒരുപോലെ പടർന്നു കയറി. തണുത്തിട്ടെന്ന പോലെ അവൾ വല്ലാതെ വിറച്ചു. അവളുടെ മനസ്സിലൂടെ താൻ ആ വിരിഞ്ഞ മാറിൽ ചേർന്ന് നിന്ന നിലാവുള്ള ആ രാത്രി കടന്നുപോയി. തന്നെ ചേർത്ത് പിടിച്ച കരുത്തുറ്റ കൈകൾ, നെറ്റിയിൽ അവന്റെ ചുണ്ടുകൾ ഏൽപ്പിച്ച മൃദുചുംബനം, എല്ലാ ആനന്ദങ്ങളുടെയും അവസാനം തന്റെ ഹൃദയം തകർത്ത് അവൻ പറഞ്ഞ കാര്യങ്ങൾ. അനാമികയുടെ മുഖം പാർവണയെ കണ്ടതും കടുത്തു. അവൾ പെട്ടെന്ന് ആദിയുടെ കൈ തന്റെ കൈകളിൽ കോർത്തു പിടിച്ചു അവനോട് ചേർന്ന് നിന്നു. അത് കണ്ടപ്പോൾ പാർവണയ്ക്ക് സഹിക്കാനാവാത്ത വേദന തോന്നി. അവൻ തന്നെ നോക്കുന്നതേയില്ലെന്ന് മനസ്സിലായതും ആ വേദന സഹിക്കാതെയായി. എടാ, പാർവണയല്ലേ അത്? അലൻ ആദിയോട് ചോദിച്ചു. അതെ, ആദി വേറെങ്ങും നോക്കിക്കൊണ്ട് പറഞ്ഞു. എടാ, ആ കുട്ടി നമ്മളെ കണ്ടു, വാ ചെന്നൊന്ന് സംസാരിച്ചിട്ട് വരാം. നോ അല്ലു, ഞാനെല്ലാം നിന്നോട് പറഞ്ഞതാണല്ലോ, എനിക്ക് താല്പര്യമില്ല പറഞ്ഞിട്ട് ആദിവേഗം കാറിന്റെ ഡോർ തുറന്ന് ബാക്ക് സീറ്റിലേക്ക് കയറി. അനാബികയ്ക്കൊന്നും മനസ്സിലായില്ലെങ്കിലും നല്ല സന്തോഷം തോന്നി. അവളും കാർ തുറന്ന് അകത്തേക്ക് കയറി ആദിയോട് തൊട്ടുരുമിയിരുന്നു. ആദിയും പാർവണിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ തന്നെ തനിക്ക് അവൾ ഇഷ്ടമല്ല. അവൾ ആദിയോട് അടുക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും തന്റെ റൂട്ട് ക്ലിയർ ആണ്. അവൾ പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു. പാർവണിയുടെ തകർന്ന നിൽപ്പ് കണ്ട് അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ആലൻ ഒരു നിസ്സഹായതയോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ടാക്കി. അപ്പോഴേക്കും മഴ കനത്ത് പെയ്തിരുന്നു. പാർവണ ആ കാറിലേക്ക് തന്നെ നോക്കി നിന്നു. ശരീരം മുഴുവൻ നനയുമ്പോഴും അവൾക്ക് ഹൃദയം പൊള്ളുന്നത് പോലെ തോന്നി. പ്രിയപ്പെട്ടവൻ നൽകിയ അവഗണനയുടെ പൊള്ളൽ. കാർ പാർവണയുടെ അരികിലൂടെ ചീറിപ്പാഞ്ഞു പോയി. ഉയർത്തിവെച്ച ഡോറിലൂടെ ആ പേമാരയിൽ നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അനാമികയുടെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിരിഞ്ഞു. സന്ധ്യയാവുന്നതും നിഴലുകൾ വീഴുന്നതും ആ പാവം പെണ്ണ് അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ ആർത്തുലയ്ക്കുന്ന മഴയിൽ വിറങ്ങലിച്ച് അങ്ങനെ തന്നെ നിന്നുപോയി. ഇന്ന് നീ ആ കൊച്ചിനോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല ആദി. പാവം, ആ മഴയത്ത് നിന്നെ നോക്കി നിന്ന നിൽപ്പ് കാണണം. രാത്രിയിലെ പതിവ് കൂടലിനിടയിൽ അലൻ ആദിയോട് പറഞ്ഞു. സ്വിമ്മിംഗ് പൂളിനും ഗാർഡനും നടുക്കുള്ള ഓപ്പൺ സ്പേസിലായിരുന്നു അവർ. മേലെ ആകാശം നക്ഷത്രങ്ങൾ കൊണ്ട് വിരിപ്പ് തോന്നുന്നുണ്ടായിരുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ലു? കുറെ നേരമായാലും തുടങ്ങിയിട്ട്. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അവളോട് എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. ഇതിൽ എനിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. എന്നാലും ആദി, അവൾ നിന്നെ അത്രയും സ്നേഹിച്ചിട്ട്. ആദി പെട്ടെന്ന് അലനെ കൈ ഉയർത്തി തടഞ്ഞു. നിനക്കെന്റെ സ്വൈര്യം കൊടുത്തണമെന്ന് നിർബന്ധമാണോ? എടാ, ആദ്യം മുതലേ ഞാനല്ല അവളെ ചോയ്സ് ചെയ്തത്. അവൾ എന്നെ തേടി വരികയായിരുന്നു. പിന്നെ നടന്നതെല്ലാം നിനക്കറിയാമല്ലോ. ഐ വാസ് ഹെൽപ്ലെസ്. എന്നെ അവളുടെ മനസ്സിൽ നിന്ന് ഇറക്കിവിടാനുള്ള അവസാനത്തെ ശ്രമമായാണ് ആ രാത്രി ഞാൻ എന്താണെന്നുള്ള കാര്യം അവളെ ബോധ്യപ്പെടുത്തിയത്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യണം? ആദി അതേ ദിശത്തോടെ ടേബിൾ ഒരിക്കുന്ന മദ്യക്കുപ്പി അങ്ങനെ തന്നെ വായിലേക്ക് അമർത്തി. അലൻ വിഷമത്തോടെ അവനെ നോക്കി നിന്നു. ആദി പറയുന്നത് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ആദി സ്വയം അറിയാതെ മുകളിലെ ധവളചന്ദ്രികയിലേക്ക് നോക്കി. റോഡിലെ വിജനതയിൽ മഴയത്ത് നനഞ്ഞു വിറച്ചു നിൽക്കുന്ന ഒരു പെണ്ണിന്റെ രൂപം അവന്റെ ഉള്ളിൽ തെളിഞ്ഞു. അവൻ താനിരിക്കുന്ന ചെയറിലേക്ക് ശിരസ് വെച്ച് ചാരി കിടന്ന് കണ്ണുകൾ അടച്ചു. പാർവണ, ആ ആദരങ്ങൾ മന്ത്രിച്ചു.